ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ നോക്കിയിരുന്ന ബിസിനസ് എക്കണോമിക്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് നോക്കി. എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്, അതുപോലെ ബിസിനസ് എക്കണോമിക്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഇത്രയും ഏരിയാസാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കവർ ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസ് ആണ്. അതായത് വാട്ട് എവർ ബി ദ ടൈപ്പ് ഓഫ് എക്കോണമി ഏത് ടൈപ്പ് ആണെങ്കിലും ആ എക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഓരോ ടൈപ്പ് ഓഫ് എക്കോണമി എങ്ങനെയാണ് സൊല്യൂഷൻസ് കാണുന്നത് എന്നുള്ളതുമാണ് നോക്കുന്നത്. സി, ബേസിക് ആയിട്ടുള്ള എക്കോണമിക് പ്രോബ്ലംസ്, അല്ല ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതായത് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ വെദർ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഡിഫൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണോ, അതായത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ബിക്കോസ് നമ്മുടെ എക്കോണമിയുടെ അല്ലെങ്കിൽ എക്കണോമിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ക്രൈറ്റീരിയ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോബ്ലം, ഹൗ ടു പ്രൊഡ്യൂസ്. നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തു, ഇനി അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. അതായത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ട് വേണോ, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ട്, അതായത് മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് വേണോ. അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആണ്, അതൊരു പ്രോബ്ലമാണ് നമ്മുടെ എക്കോണമി ഫേസ് ചെയ്യുന്നത്. മൂന്നാമത്തെ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ആരാണ്, അത് ആരെ സാറ്റിസ്ഫൈ ചെയ്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്തൊരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് എക്കോണമിക് ഗ്രോത്ത്, അതായത് നമുക്ക് ഇന്നത്തെ നീഡ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, ഫ്യൂച്ചറിലെ നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ കറന്റ് കൺസംഷൻ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ പോരാ, എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ആവശ്യമാണ്. അതിന് നമുക്ക് അതിന് വേണ്ടിയിട്ട് എങ്ങനെ മാറ്റിവെക്കാം. ഇതാണ് 4 മേജർ പ്രോബ്ലംസ് നമ്മുടെ എക്കോണമി ഫേസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് കൂടുതൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണോ, അതായത് കൂടുതൽ നമ്മൾ ഫുഡ് പ്രൊഡക്ഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണോ, അതോ റോഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണോ, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ നമുക്ക് സ്കെയർ റിസോഴ്സസ് ആണ്, നമ്മളത് എങ്ങനെ അലോക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് വരുന്നത്. ഇനി ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ, ലേബർ ഇൻറ്റൻസീവ് ആണോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ, അത് നമ്മുടെ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ദെൻ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, വെദർ ഫോർ റിച്ച് ഓർ പുവർ, ആർക്ക് വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഇൻകം ലെവൽ അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ആയിരിക്കും നമ്മൾ അവരെ കൺസിഡർ ചെയ്ത് അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഡിസിഷൻ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫോർത്ത് പ്രോബ്ലമാണ് പ്രൊവിഷൻ ഫോർ എക്കണോമിക് ഗ്രോത്ത്. അതായത് നമുക്കൊരിക്കലും നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യണം, ഒരിക്കലും ഒരു സ്റ്റാഗ്നേഷൻ അവിടെ ഫീൽ ചെയ്യരുത്. ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് വരുത്താം, അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 4 പ്രോബ്ലംസ് ആണ് ഒരു എക്കോണമി ഫേസ് ചെയ്യുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് എക്കോണമി ആയാലും ഫേസ് ചെയ്യുന്ന മേജർ 4 പ്രോബ്ലംസ് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഓരോ എക്കോണമീസും അവരെങ്ങനെയാണ് ഇതിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. മേജറായിട്ട് 3 ടൈപ്പ് ഓഫ് എക്കോണമി ആണുള്ളത്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് അവിടെ എല്ലാ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനാണ്, അതായത് ഫേംസിനാണ് അവിടെ ഓണർഷിപ്പ് വരുന്നത്. അവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആണ്. പ്രോഫിറ്റ് മോട്ടീവാണ് അവിടുത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അവിടെ കൺസ്യൂമർ ചോയ്സ് നോക്കിയിട്ടാണ് ഗുഡ്സ്, അല്ലെങ്കിൽ ഫേംസിൻ്റെ പ്രോഫിറ്റ് ആണ് അവിടെ അവർ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു എക്കോണമി എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ UK-യും US-ഉം ഒക്കെ അതിന് എക്സാമ്പിളാണ്. സോ അങ്ങനെയുള്ള ഒരു എക്കോണമിയിൽ അവരെങ്ങനെയാണ് ഈ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കാണുക എന്ന് പറഞ്ഞാൽ പ്രൈസ് മെക്കാനിസത്തിലൂടെ. പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് അവിടെ അവർ കൺസിഡർ ചെയ്യുന്നത് ഡിമാൻഡും സപ്ലൈയുമാണ്. അതായത് ഡിമാൻഡും സപ്ലൈയും നോക്കിയിട്ട് പ്രോഫിറ്റ് ഇൻറ്റൻഷനോട് കൂടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഒരു മെക്കാനിസത്തിനാണ് നമ്മൾ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ അവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അവർ കൺസിഡർ ചെയ്യുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതായത് പ്രൈസ് മെക്കാനിസം, പ്രോഫിറ്റ് ആണ് അവരിവിടെ നോക്കുന്നത്. മോട്ടീവ് എല്ലാ റിസോഴ്സസും മീൻസ് ഓഫ് പ്രൊഡക്ഷൻസും എല്ലാം ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഫേംസ് ആണ് അവിടെ ഓൺ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എക്കോണമിയാണ് സോഷ്യലിസ്റ്റ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഗവൺമെൻറ്റിനാണ് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസും എല്ലാ റിസോഴ്സസും ഓൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓണർഷിപ്പുകളൊന്നുമില്ല, അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് അവർ കാണുന്ന മെക്കാനിസം എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്ലാനിങ്ങിലൂടെയാണ്. അതായത് സ്റ്റേറ്റ് ആണ് ഡിസിഷൻസ് എടുക്കുന്നത്, ഗവൺമെൻറ് ആണ് അവരുടെ ഡിസിഷൻസ് എടുക്കുന്നത് ത്രൂ പ്ലാനിങ് പ്രോസസ്സിലൂടെ. ഇനി മൂന്നാമത്തെ ഒരു എക്കോണമിയാണ് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും ഒരു കോമ്പിനേഷൻ ആണ്.
അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മെറിറ്റ്സും സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ മെറിറ്റ്സും ചേർന്ന് വരുന്നതാണ് ഈ മിക്സഡ് എക്കോണമി. അപ്പം ഇങ്ങനെയുള്ളൊരു എക്കോണമിയിൽ അവർ ഡിസിഷൻസ് എടുക്കുന്ന മെയിൻലി ഈ രണ്ട് മെത്തേഡ്സും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈസ് മെക്കാനിസവും സെൻട്രൽ പ്ലാനിങ്ങിലൂടെയുമാണ് അവർ ഡിസിഷൻസ് എടുക്കുന്നത്. സോ ഇത്രയും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നുള്ളൂ. അതായത് മെയിൻലി നമ്മൾ നോക്കിയത് എക്കണോമിക് പ്രോബ്ലംസ് ആണ്. എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ പ്രൊവിഷൻ ഫോർ എക്കണോമിക് ഗ്രോത്ത്. അപ്പം ഈ 4 പ്രോബ്ലംസ് ആണ്. ഈ 4 പ്രോബ്ലംസും എല്ലാ ടൈപ്പ് എക്കോണമീസും ഫേസ് ചെയ്യുന്നുണ്ട്. 3 ടൈപ്പ് എക്കോണമീസ് ആണുള്ളത്: ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി. ഈ 3 എക്കോണമീസിലും അവരെങ്ങനെയാണ് സൊല്യൂഷൻസ് കാണുന്നതെന്നും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.